Hello, hi, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യെസ് എല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തമ്പനയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആ വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു പിഞ്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് 4 എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതുപോലെ തന്നെ എഗ്ഗ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഒരു കപ്പ് ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഷുഗറും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എഗ് യോക്കാണ്. അപ്പോൾ 4 എഗ് യോക്ക് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാതും ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ മൈദയും പിന്നെ അതുപോലെ തന്നെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡർ സോൾട്ടും കൂടിയിട്ടുള്ള ആ മിക്സ് നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഓവറായിട്ട് ഫോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തി വരത്തില്ല. കുറേശ്ശെയായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സ്പീഡിലൊന്നും ചെയ്യരുത് കേട്ടോ. സ്ലോ ആയിട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ സ്പീഡ് കൂട്ടിയ കാരണമാണ് നിങ്ങൾക്കത് സ്പീഡായിട്ട് തോന്നുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് വേണ്ടത് 1/4 കപ്പ് മിൽക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഗ്ലാസ്സിൽ ഞാൻ 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് തന്നെ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇനി റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലോട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കാതിരിക്കുക. കുറേശ്ശെ തന്നെ ഒഴിക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിനീഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വിനീഗറിൽ
1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ ബാറ്ററിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അധികം വെയിറ്റ് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അധികം ടൈം ഇനി വെക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 35 to 40 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. മുഴുവൻ ബാറ്ററും ഞാൻ ആ ട്രേയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും എയർ ബബിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോളും. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറുമ്പോൾ തന്നെ സൈഡൊക്കെ ഒന്ന് വിട്ടു പോന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇക്കാക്കും അങ്ങനെ വിപ്പിംഗ് ക്രീമിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അധികം ഒന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. കുറേശ്ശെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് കൈക്കൊന്ന് കട്ട് ചെയ്ത് കുട്ടികളൊക്കെ കൂടിയിരുന്നതിന് ശേഷം അപ്പോൾ ആ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് ചിക്കനും പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് ഗ്രില്ലുമാണ് ഓർഡർ ചെയ്തത് കുട്ടികൾക്ക്. പക്ഷേ മട്ടനും ബീഫൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് വേറെ ഗ്രിൽഡ് ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ എല്ലാ കുട്ടീസിനും ഫ്രഞ്ച് ഫ്രൈസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളും, അവർക്കും ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് മട്ടൻ ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് ഗ്രില്ല് ചെയ്തതും ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ ഹമോസ് ഉണ്ടായിരുന്നു, ഗാർലിക് പേസ്റ്റ്, സലാഡ്, പിന്നെ അതുപോലെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം എന്തായാലും. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത്. തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് തന്നെ വാങ്ങിയത്. അപ്പോൾ ആദ്യം കുട്ടികൾ പറഞ്ഞത് KFC വേണമെന്നാണ്. പക്ഷേ ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഗ്രില്ല് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഗ്രില്ല് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്രില്ല് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.